ഞാനാണ് ഈ വിൻസിയെ ഈ മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇതിൻ്റെ കഥാകൃത്താണ്. അപ്പോൾ വിൻസി വിളിച്ചപ്പോൾ വിൻസി പറഞ്ഞു, എൻ്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിലുണ്ടായിരുന്ന ലേഡി ആർട്ടിസ്റ്റോ മറ്റു പലരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ചീഫ് ടെക്നീഷ്യൻസിൻ്റെ അടുത്ത് ആരും ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. സ്പെസിഫിക്കലി അവർ ഏത് ടെക്നീഷ്യൻസിനാണ് ഇതറിയാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ സഹപ്രവർത്തകരായ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഈ വിവരം അറിയണ്ടായിരുന്നു. ഇത്തരം ഇഷ്യൂസ് വരുന്ന ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സും സാറ്റലൈറ്റും ഒക്കെ വളരെ പ്രശ്നമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഒന്നും ഇപ്പോൾ OTT ഡിജിറ്റൽ റൈറ്റ്സ് സാറ്റലൈറ്റ് റൈറ്റ്സോ മര്യാദയ്ക്ക് പോകുന്നില്ല ഒരു സിനിമയിൽ. അപ്പോൾ ഇത്തരം ഒരു ആരോപണം കൂടെ ഉണ്ടെങ്കിൽ അതിന് 100% എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർ ഈ അസോസിയേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ പോലും ഈ പടവും ഈ കംപ്ലൈൻറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെയും പേര് അനോണിമസ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവർ കംപ്ലൈൻറ്റ് കൊടുത്തത്. പക്ഷേ ഒരിക്കലും ഒരു മീഡിയ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കിട്ടി, ഇത് നമ്മുടെ ഹീറോയിൻ്റെ പേരും ഈ പടത്തിൻ്റെ പേരും മീഡിയയ്ക്ക് കിട്ടിയത് ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ കസ്റ്റോഡിയൻ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയതെന്ന് പറയുന്നു. അപ്പോൾ വിൻസി പറയുന്നത്, നമുക്ക് എങ്ങനെയാണിത് വിശ്വസിക്കാൻ പറ്റുന്നത് ഈ കാര്യങ്ങൾ? അപ്പോൾ അതുകൊണ്ട് ഈ പടത്തിൻ്റെ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടായിരിക്കും അവർ ഈ വിഷയം ലൗഡാക്കാതെ സൂക്ഷിച്ചിട്ടുള്ളത്. അവർക്ക് അറിയാവുന്ന കുറച്ച് പേരോട് അവർ സംസാരിച്ചിട്ടുണ്ടാവും. താൽക്കാലികമായിട്ട് അവർ രമ്യതയിൽ എത്തിച്ചിട്ടുണ്ടാവും.